നിങ്ങൾക്കായിട്ട് വരും വിശ്വസിക്കുന്നു. വരും അതുപോലെയൊക്കെ വരട്ടെ. വീട്ടിൽ പോയാണോ കണ്ടത്? വീട്ടിലാ. വീട്ടിലല്ലേ? വീട്ടിലാ പോയി കണ്ടത്. ഞാന് ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അന്നാണ് കാണുന്നത്. പിന്നെ മുടിയൊക്കെ കട്ട് ചെയ്തപ്പോ ആള് മാറിപ്പോയി മൊത്തത്തില്. പക്ഷെ ആള് ഉഷാറായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന മെഡിസിനൊക്കെ പോകുന്നതിന്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. പിന്നെ അതുപോലെ തന്നെ സംസാരം പഴയതുപോലെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ആള് നല്ല ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന കൊമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നില്ല. കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് ഒക്കെ ഭയങ്കര കുറഞ്ഞു വരുവാണ് പുള്ളിക്കാരി. ഇപ്പം ഫുഡ് നന്നായിട്ട് കഴിച്ചാലേ ഇനി ഓക്കെ ആയിട്ട് വരണം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാക്സിമം നന്നായിട്ട് ഫുഡ് കഴിക്കണം, പിന്നെ നന്നായി ആക്റ്റീവായിട്ടിരിക്കണം, എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നൊക്കെ. വിഷമം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ തന്നെയാണ് വിഷമം. അത് ഞാൻ പറഞ്ഞു, മൈൻഡ് ചെയ്യണ്ട. ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് നല്ലതും വരുന്നുണ്ട്, മോശവും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടായി വരുന്നത്. മറ്റുള്ളവർക്കല്ല, മറ്റുള്ളവർക്ക് സന്തോഷം. അപ്പോഴത്തേക്കും അത് നോക്കിയിരിക്കണ്ടെന്ന് ഫോൺ എടുക്കണ്ടെന്ന് ഞങ്ങൾ 2-3 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നു കഴിഞ്ഞാലും മൈൻഡ് ചെയ്യേണ്ട, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. സാരിയാണ്. അപ്പൊ അനു വേറെ ചെയ്തപ്പോ അതിനൊരു ഡബിൾ ഭംഗിയും കൂടെ നമ്മൾ കാണുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അനു. അപ്പൊ എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം, നല്ല വെയിലൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സഞ്ജന എന്നെ നമ്മുടെ ചിങ്കാരി കളക്ഷൻസിന്റെ ഇനാഗുറേഷൻ ഇൻവൈറ്റ് ചെയ്തതിന്. ഞാൻ സഞ്ജനെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നേരിൽ കാണുന്നത്. കുറെ വർഷങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കോളും ഈ പറയുന്ന വീഡിയോ കോൾ പോലും നമ്മൾ ചെയ്തിട്ടില്ല. കോൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ബിഗ് ബോസിനകത്തും ഏറ്റവും കൂടുതൽ സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ ആ സാരി എല്ലാം ചിങ്കാരി കളക്ഷൻസിന്റെയാണ്. കാരണം നമുക്കിപ്പോ ഞാൻ ഭയങ്കര സാരി ലവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാനൊക്കെ. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഇൻസ്റ്റയിലാണല്ലേ. ഞാൻ അങ്ങോട്ടാണോ മെസ്സേജ് അയച്ചത്? അത് ഇങ്ങോട്ടാണോ? ഓർമ്മയില്ല, എന്തായാലും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് സാരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റയിൽ ഞാൻ സെർച്ച് ചെയ്യുന്നത് CHI എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമ്മുടെ ചിങ്കാരി വരും. ഞാൻ പിന്നെ മെസ്സേജ് അയക്കും, എടാ എനിക്ക് സാരി വേണം, നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, വേണമെന്ന് പറയുമ്പോൾ ആടെ തരാന്ന് പറഞ്ഞിട്ട് വാട്സപ്പിനകത്ത് എനിക്കൊരു 10-30 സാരിയുടെ ഫോട്ടോസ് അയക്കും. ആ 10-30 സാരി എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ പുള്ളിക്കാരി എനിക്കൊരു 5 സാരി ഇങ്ങോട്ട് അയച്ചേക്കും അല്ലേ. അങ്ങനെയാണ്. എപ്പോ ചോദിച്ചാലും എനിക്ക് ആ സ്പോട്ടിൽ ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് അയച്ചു തരുന്ന ആളാണ്. അപ്പോഴേക്കും ഞാനിങ്ങനെ വിചാരിക്കും, എടാ ഞാൻ വന്ന് നോക്കട്ടെ എന്ന് നോക്കുമ്പോഴാണ് പറയുന്നത് ഓൺലൈൻ ആണ്, എനിക്ക് ഷോപ്പില്ല, അത് ഇടണമെന്ന് ഉണ്ട് എന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ സാരമില്ല, എനിക്ക് ഫോട്ടോസ് അയച്ചാൽ മതി, ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തോളാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഈ വാട്സപ്പിലൊക്കെ മാത്രം കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ ഷോപ്പ് തുടങ്ങാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകളുടെയും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് ചിങ്കാരി കളക്ഷൻ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേജാണ് ഇൻസ്റ്റാ, ഈ പറയുന്ന പോലെ ചിങ്കാരി കളക്ഷൻസ്. എന്തായാലും നിങ്ങൾ ആ ഒരു പേജ് തന്നെ നമ്മൾ തന്നെ, ആ പേജ് തന്നെ നമ്മുടെ കുറെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അത് തന്നെ. അപ്പോ എന്താ പറയാ, ആ പേജ് ഇത്രയും വളർന്ന് ഒരു ഷോപ്പൊക്കെ തുടങ്ങി അത് ഇനാഗുറേഷൻ ചെയ്യാൻ എനിക്ക് കഴിയാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. എന്തായാലും ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതെന്തായാലും ഇനി ഒരുപാട് ഉയർച്ച ഉണ്ടാവുള്ളൂ, താഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇൻസ്റ്റയിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് പേരുടെ അഭിപ്രായമായിരിക്കും, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഓൺലൈൻ ഷോപ്പ് മാറ്റിയിട്ട് ഒരു ഷോപ്പ് തുടങ്ങണമെന്നുള്ളത്. അത്ര നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ ഡ്രസ്സൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല, ഞാൻ
അനുവിന് ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാൻ നോക്കാം, ഏതാ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബ്ലാക്ക് ഏതെങ്കിലും മതി. കാരണം എന്റെ കയ്യിലൊരു ഒറ്റ ബ്ലൗസ്, എന്റെ കയ്യിലുള്ളൊരു ബ്ലാക്ക്. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാരി എടുക്കാൻ പറഞ്ഞു. ഇന്ന് മോർണിംഗിൽ ഞാൻ 3-4 മണിയായപ്പോ എത്തി. അപ്പൊ എനിക്ക് 2-3 സാരി അയച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു സാരിയാണിത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതെ അതെ അതെ, ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. പിന്നെ ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചേട്ടന്മാരുടെ വൈഫിനൊക്കെ സാരി വാങ്ങിച്ചു കൊടുക്കുക. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ സഞ്ജന കൊടുക്കുന്ന സാരീസ് അല്ലേ എല്ലാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അനു, ആക്ച്വലി നമുക്ക് സമയം ആയതുകൊണ്ടാണ് കുറച്ച് പേര് കുറെ കാര്യങ്ങൾ അതിനോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാൻ എനിക്കൊരു അവസരം തരണം. കാര്യം ഇവർക്ക് ഉദ്ഘാടനത്തിന്റെ ഒരു ടൈമുണ്ട്. അനു, മുന്നേ ഒരുപാട് പേര് ചോദിച്ചാൽ നമ്മളെ മീഡിയക്കാരൊക്കെ ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ്, അനുവിന്റെ കല്യാണമായെന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ അനു? എന്താണ്? അതെ, ഇവിടെ അനു ഏത് വേദിയിൽ വന്നാലും ആ ചോദ്യം ചോദിക്കാതെ അനുവിനെ വിടരുതെന്ന് പല ആൾക്കാരും. അതെ, ആ സമയത്ത് മൈക്ക് ഓഫ് ആയി പോയി. ഒന്നുകൂടെ പറഞ്ഞു. അതെ അതെ, നന്നായി ആ സമയത്ത് ഓഫ്. അല്ല, ഇത് ഞാൻ ഡെയിലി കേട്ടോണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ചോദിക്കും, സുഖമാണോ വീട്ടിൽ, എല്ലാവർക്കും സുഖമാണോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, വർക്കൊക്കെ എങ്ങനെ പോകുന്നതല്ലേ ചോദിക്കാറ്. പൊതുവെ ഞാൻ അങ്ങനെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ അടുത്ത് ഇപ്പൊ എല്ലാം കല്യാണം ആയെന്ന് കേട്ടു, ഫേസ്ബുക്കിലെ കേട്ടു. ഇല്ല കേട്ടോ, ആയില്ല. അതെ, നോക്കുന്നുണ്ട്, കല്യാണം നോക്കുന്നുണ്ട്. ഈ വർഷത്തിനകത്ത് അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കല്യാണം ഉണ്ടാകും. അപ്പൊ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണും. അത്രയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു ലക്കി ഡ്രോ ഉണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ കുക്കറി ഷോയും പരിപാടിയും കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കറന്റ് അതാണ് പ്രോജക്റ്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതെ, അപ്പൊ അത് എല്ലാവരും കാണുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരെല്ലാരും പറയുമായിരുന്നു അതിന്റെ പ്രോഗ്രാം കാണുന്നതാണ്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവർ 6 ലെറ്റർ ഉണ്ട്. ഒരു തമിഴ് ആക്ട്രസിന്റെ പേരാണ്. യെസ്, വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അല്ലല്ല, അതാരാ? സിമ്രാൻ ആരാ? സിമ്രാൻ നമ്മുടെ സിമ്രാൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് വയ്യ. നല്ലൊരു കൈയ്യടി സിമ്രാനോട് കളെ. നമ്മുടെ നിയർ ബൈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സിമ്രാൻ ചേച്ചിയാണ് നമ്മുടെ. അറിഞ്ഞോ ഇങ്ങനെ ലക്കി ഡ്രോയിൽ ഇങ്ങനെ 10,000 രൂപ അടിക്കും എന്നുള്ളത്? അങ്ങനെ പറഞ്ഞോ? അപ്പൊ ഈ ലാസ്റ്റ് നമ്പർ നോട്ട് ചെയ്യും. ലാസ്റ്റ് നമ്പർ കറക്റ്റ് ആട്ടോ. ആണോ? നമ്മുടെ സിമ്രാൻ ചേച്ചി കൊണ്ടുപോയിരിക്കുകയാണ് 10,000 രൂപ. എനിക്ക് വയ്യ. അല്ലോ, ഒരാൾക്കല്ലേ ഉള്ളൂ? അതെ, ഒരാൾക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സമ്മാനം അനു നൽകാൻ പോവാണ്. ഇപ്പൊ മനസ്സിലായോ ഞാൻ നാഴികയ്ക്ക് 40 വട്ടം കൂപ്പൺ എന്ന് പറഞ്ഞത് എന്താണെന്നത്? നമ്മുടെ സിമ്രാൻ ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അനുവിന്റെ കയ്യിൽ നിന്ന് ചിങ്കാരി കളക്ഷൻസിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണിയുടെ അന്ന് 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഓൾസോ ഈ ഒരു സമയത്ത് ലിപു അദ്ദേഹത്തെ കൂടെ ഞാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് നടന്നോ. സൈഡിലോട്ട് പോട്ടെ